കോഴിക്കോട് തോപ്പയിൽ ഗവൺമെന്റ് സ്കൂളിന് പുതിയ കെട്ടിടം ഉയരുന്നു. 2.25 കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യത്തോടെയാണ് കെട്ടിടം. തീരദേശത്തെ നിർധനരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ ശോചനീയാവസ്ഥ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ഇംപാക്ട്. ഒരു നൂറ്റാണ്ട് കാലമായി തീരദേശത്തെ ജനതയ്ക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന വിദ്യാലയമാണ് അധികൃതരുടെ അനാസ്ഥ കാരണം അടച്ചുപൂട്ടിയിരുന്നത്. കെട്ടിടം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. പല കുട്ടികളെയും രക്ഷിതാക്കൾ മറ്റു വിദ്യാലയങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഈ സാഹചര്യം ജനം ടിവിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയിട്ടും കോർപ്പറേഷൻ നടപടി സ്വീകരിക്കാത്ത വാർത്തയും ജനം ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് കെട്ടിടം പുതുക്കിപ്പണിയാൻ അധികൃതർ തീരുമാനിച്ചത്. 2.25 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി നീക്കിവെച്ചിരിക്കുന്നത്. 1.25 കോടി രൂപ കോർപ്പറേഷനും 1 കോടി രൂപ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫണ്ടിൽ നിന്നുമാണ് അനുവദിക്കുക. പഴയ കെട്ടിടത്തിൽ നിന്ന് മാറേണ്ടി വന്നപ്പോൾ സമീപത്തെ മദ്രസ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് അധ്യയനത്തിനായി ഉപയോഗിച്ചിരുന്നത്. ശുചിമുറി പഴയ കെട്ടിടത്തോട് ചേർന്നായിരുന്നു. എന്നാൽ ഇരുനില കെട്ടിടം പണിയുമ്പോൾ ശുചിമുറികൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പുതിയ കെട്ടിടത്തോട് ചേർന്നോ പ്രത്യേക സ്ഥലത്തോ ശുചിമുറികൾ സ്ഥാപിക്കണമെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ജനം, കോഴിക്കോട്.